ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെയർ ബൺസിൻ്റെ വീഡിയോ ആണ്. ഹെയർ ബൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹെയർ സ്റ്റൈലാണ് അല്ലേ. അതിപ്പോൾ ലോങ് ഹെയർ ഉള്ളവരും ഷോർട്ട് ഹെയർ ഉള്ളവരും എല്ലാവരും മുടിയൊക്കെ മേലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ ട്രൈ ചെയ്യുന്ന 2-3 തരത്തിലുള്ള ഹെയർ ബൺസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ മുടി നന്നായിട്ട് ഒന്ന് കോംബ് ചെയ്തതിനൊക്കെ ശേഷം ഒന്ന് ഉയർത്തി കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല അതുപോലെ ചുറ്റുക. എന്നിട്ട് ഏറ്റവും എൻഡിൽ നമ്മുടെ മുടിയുടെ അറ്റം ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ വെച്ചതിന് ശേഷം എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ക്ലച്ചർ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിളി സൈഡ് കുത്തിയിട്ട് ഒന്ന് സെക്യൂർ ആക്കാം. അല്ല നിങ്ങൾക്ക് ഇനി പോകുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല മറ്റേ ഇങ്ങനെ ഈ ടിക് ടിക് പോലത്തെ ക്ലിപ്പില്ലേ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു ക്ലച്ചർ യൂസ് ചെയ്താൽ തന്നെ പോവാറില്ല. അപ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് നമുക്ക് മുടി ഭയങ്കര ആകെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കോംബ് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും കുറച്ച് മുടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ഈ ഒരു ബണ്ണ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടി ഇതുപോലെ തന്നെ ഞാൻ കോമ്പൊക്കെ വെച്ചിട്ട് ഞാനിവിടെ കോമ്പ് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് റഫ് ഹെയർ ആണ്. പിന്നെ ഫ്രണ്ടിലും ഇങ്ങനെ കുറച്ച് കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ മുടി ചീകാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഫുള്ള് ടാങ്കിൾസ് ആവും. അപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ പഫൊക്കെ ഉണ്ടാക്കിയില്ലേ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ്, അതുപോലത്തെ ഇത് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിങ്ങനെ അത്ര ബുദ്ധിമുട്ട് ഒന്നും ഇല്ല കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മുടിയൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് ആ ഒരു മെസ്സി സെറ്റപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മുകളിലൊന്ന് ഉയർത്തി പിടിച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എൻഡിൽ കുറച്ച് ഭാഗം എടുത്തിട്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സെയിം ക്ലിപ്പില്ല ആ ഒരു ക്ലിപ്പ് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടി കുറച്ച് നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഒരു പഫ് ഒക്കെ സെറ്റപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മുടി ഫ്രണ്ടിൽ ഓൾറെഡി ഇങ്ങനെ ആയതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് നിൽക്കും. ബാക്കി തിൻ ഹെയർ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് ചിലപ്പോൾ അത്ര നിൽക്കണം എന്നില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മുടി ബാക്കിൽ ഒരു ചെറിയ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റൂലേ അതേപോലെയാണ് ചുറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചുറ്റുമ്പോൾ ഇതിൻ്റെ ഈ റൗണ്ടിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ക്ലച്ചറും കൂടിയില്ലേ ആ കുഞ്ഞു ക്ലിപ്പ് അതും കൂടെ അതിന് റൗണ്ട് ചെയ്തിട്ട് ചുറ്റണ വിധത്തിൽ വെക്കുക. അപ്പോൾ ആ ഒരു ഹൈറ്റ് കറക്റ്റ് ഇതിൽ പോവുകയും ചെയ്യും. ആ ഒരു ക്ലിപ്പ് നമ്മൾ നേരത്തെ പഫ് ചെയ്തപ്പോൾ ഉള്ള ക്ലിപ്പ് അഡീഷണൽ ആയിട്ട് കാണില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് ഇതിന് എന്താ പേര് പറയാമെന്ന് അറിയില്ല. ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സെറ്റപ്പായിട്ട് ഇരിക്കും. ശരിക്കും ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഇങ്ങനെ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ബാക്കിൽ നമുക്ക് കാണുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ തോന്നുക. നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഈ ഒരു ഹെയർ ബണ്ണിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റപ്പാക്കി കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എല്ലാതും ചെയ്യുമ്പോഴും ഈ ഫ്രണ്ടിലേക്ക് മുടിയൊക്കെ ഒന്ന് ഇട്ട് കുറച്ചൊന്ന് റഫ് ആയിട്ടുള്ള ഹെയർ ആണെച്ചെങ്കിൽ കൂടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിന് ഞാനൊരു ബണ്ണില്ലേ നമ്മൾ നോർമലി ഉള്ള ഏതെങ്കിലും ഒരു ബണ്ണ് എടുക്കുക. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു ബണ്ണ് വെച്ചിട്ട് പോണിയുടെ ഹൈറ്റിൽ നമ്മൾ മുടി ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ബണ്ണിട്ട് എൻ്റെ ചുറ്റും ഞാനത് കെട്ടിയിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കാണ് തിരികെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ആ കുഞ്ഞ് ക്ലിപ്പില്ലേ ആ ഒരു ക്ലിപ്പ് തന്നെയാണ് നമ്മളിതിൽ അധികം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുക. അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ നോർമലി ബാക്കിയുള്ള ബണ്ണൊക്കെ കുറച്ച് റൗണ്ടായിട്ട് ഇങ്ങനെ ഒരു പരന്ന ഒരു ഇതിലായിരുന്നു. ഇത് കുറച്ചും കൂടെ ഹൈറ്റിൽ നമുക്ക് ബണ്ണ് ഇതാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭംഗിക്കൊക്കെ ബാക്കിൽ ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. നല്ല ഹൈറ്റിൽ അതുപോലെ തന്നെ നല്ല വോളിയത്തിൽ നമുക്ക് ഹെയർ ഉള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ നാലാമത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്നാണ് വാച്ചിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ ജസ്റ്റ് നമ്മൾ കോംബ് ചെയ്തിട്ട് ഈ ഒരു ബണ്ണ് വെച്ചിട്ട് മുടി എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ബാക്കിൽ ബണ്ണിടാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഫ്രണ്ടിലുള്ള ഈ ഒരു മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിത് എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടി ചിലപ്പോൾ കെട്ടിയത് മുഴുവൻ അങ്ങോട്ട് പോരും. പിന്നെ പണിയൊക്കെ ആദ്യം തൊട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ മുഴുവൻ ഇങ്ങനെ ബാക്കിലിട്ട് ബണ്ണൊക്കെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ മൊത്തം നമ്മൾ കെട്ടിയ ആ ഒരു ബണ്ണ് ശരിക്കും ഇരിക്കില്ല. എന്നിട്ട് നമ്മൾ ഈ മുടിയൊക്കെ മേലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ക്ലച്ചർ കുറച്ചൊരു വലിയ ക്ലിപ്പില്ല അത് നമുക്ക് ബ്ലാക്കാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ താഴേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഇടുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഇതുവരെ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സൈഡിൽ ഒരു റൗണ്ട് ചെയ്യാണ്. ഈ ഒരു ക്ലിപ്പിന് ചുറ്റും റൗണ്ട് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞെ എന്തെങ്കിലും ക്ലിപ്പോ നമ്മുടെ ഈർക്കിളി സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. അപ്പോൾ ചിലർക്ക് നല്ല സ്മൂത്ത് ഹെയർ ഒക്കെ ആകുമ്പോൾ ഇത് അധികം ഇരിക്കില്ല എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഭംഗിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ക്ലിപ്പൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയും ഇങ്ങനെയൊക്കെ ചെയ്താലും അത്യാവശ്യം നേരം നിൽക്കും, പ്രശ്നമൊന്നുമില്ല. ഇത്
ബാക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എയർ ഹോസ്റ്റസിൻ്റെ ഒക്കെ ഒരു ഹെയർ സ്റ്റൈൽ പോലെ തോന്നും കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക ഭയങ്കര വോളിയം തോന്നുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. സമയം എടുത്തത്, അല്ലെങ്കിൽ ഇതിലും ഇത്രയൊന്നും സമയം എടുക്കില്ല, വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയിലേക്ക് കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോരുത് കേട്ടോ. അതുപോലെ തന്നെ പഴയ ആൾക്കാർ ആരെങ്കിലും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ കുറേ പേരായി പറയണം ഞാൻ സംസാരിക്കുന്നതിൽ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുമൊന്നുമില്ല എന്നൊക്കെ ഇന്നലെ 2-3 പേര് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അങ്ങനെ വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ആ ഒരു സംസാരിക്കണ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പറയുന്നതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, കീപ് വാച്ചിങ്.